വാലേക്കും സലാം. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നോ? ഓ കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നു? പോവാം. പോവാം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഓ ബസ്സിലിരുന്നിരുന്നിരുന്ന് വയ്യാണ്ടായി. അത് കൊള്ളാം. പിന്നെ എന്തായാലും പെരേജില്ലോ മലേ. പെട്ടെന്ന് പോവാ, നീ ടെൻഷൻ അടിക്കല്ലേ. നാട്ടിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളൂ. ആ അതെ വാ, നീ വാ, ഞാൻ പറയാം. നീ വാ. ലേറ്റ് ആവും ഷൈന. ഷൈന വാവ്, സൂപ്പർ. നന്നായിട്ടുണ്ട്. അനക്ക് ചേരുന്നുണ്ട്. പൊളിച്ച്. ഇനി എന്റെ മുക്രി വേഷം പള്ളിയിൽ മതി. ഓക്കെ ഡാർലിംഗ്, താങ്ക് യു. ഈ എന്തിനാണ് ഷാഹിന അങ്ങനെ നെർവസ് ആവുന്നത്? സൽമാനെ 10 ദിവസം കഷ്ടപ്പെട്ട് ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സാ അത് ട്രയൽ ചെയ്തിട്ട് ഓള് പറയാ കൊള്ളൂലെന്ന്. അല്ലെങ്കിൽ സൗന്ദര്യം കുറയുമ്പോ ഡ്രസ്സിനെ കുറ്റം പറയുന്നത് ഈ നടിമാരുടെ സ്ഥിരം നമ്പറാ. ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് വിഷമാവോ? ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് കൊള്ളൂലെന്നാണോ? അതല്ല, നമ്മൾ ഒരാൾക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അയാളുടെ പ്രൊഫഷനും സിറ്റുവേഷനും ആദ്യം മനസ്സിലാക്കണം. അയാളുടെ ബോഡി കളർ, സൈസ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അനക്ക് ഈ വിവരമല്ല എവിടുന്ന് കിട്ടുന്നു സൽമാനെ? മതി മതി. ഇപ്പൊ എനിക്ക് സന്തോഷായില്ലേ? തീർത്തോ? പിന്നെ അതിനെത്ര നേരം വേണം? സൽമാനെ ഇത് റബീസിക്ക. സ്കൂളിലെ ഞാൻ ഒരുമിച്ചാ പഠിച്ചേ. ഞാൻ 10ാം ക്ലാസ്സിലായിരുന്നു, ഇപ്പൊ 3ാം ക്ലാസ്സിലാ. പിന്നെ ഇതാരാ? കെട്ടിയോളാ? അല്ല, ഫ്രണ്ടാ. ഫ്രണ്ടാ. ഫ്രണ്ട് എന്താ വെച്ചാല്? ചുറ്റിക്കളി അല്ലേ? അല്ലക്ക, അല്ല ഫ്രണ്ടാ. അത് ശരിക്കും പറടാ, ഫ്രണ്ടാലതാ. ഇനിയിപ്പോ പള്ളിയിലെ മുക്കിൽ തന്നെ അല്ലേ? ഖത്തറില് ഞാൻ ഷോപ്പ് തുടങ്ങിയിരുന്നു. നിൽക്കാൻ ഇരിക്കുന്നത് ഒരു തരി സമയല്ലേ. മറ്റന്നാള് തിരിച്ചു പോണം. താജ് ഹോട്ടലിൽ ചെറിയൊരു മീറ്റിംഗ്. അപ്പോ കാണാം. കിട്ടിയ അവസരം നടക്കട്ടെ. എന്തൊരു നോട്ടായിരുന്നു അയാളുടെ. ഒരു ഓവർ ചോദ്യവും. അല്ല, അയാള് നിന്നെ എന്താ വിളിച്ചേ? സാൽമോണിന്നോ? അതെന്താ?